സ്ഥാനമായി ഈ പുണ്യക്ഷേത്രം നിലകൊള്ളുന്നു. വീരകേരളവർമ്മ പഴശ്ശിരാജയുടെ പടത്തലവൻ കൈതേരി അമ്പുവിന്റെയും അവരുടെ സഹോദരിയും വീരപഴശ്ശിയുടെ പത്നിയുമായ കൈതേരി മാക്കത്തിന്റെയും തറവാട് ക്ഷേത്രമായ ഇവിടെ ആദിപരാശക്തി ശ്രീപോർക്കിലി ഭഗവതിയും ഭദ്രകാളിയുമാണ് പ്രതിഷ്ഠ. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഈ പുണ്യപവിത്ര ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നു അമ്മയുടെ കാരുണ്യ കൃപാകടാക്ഷത്തിനായി. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നിന്നും വീരപഴശ്ശിരാജാവിന്റെ പടനിലമായിരുന്ന മാനന്തവാടി വയനാട് റൂട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം 3 കിലോമീറ്റർ ദൂരം ചെന്നാൽ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൃത്യമായ രേഖകളില്ലെങ്കിലും ഏകദേശം 1200 വർഷത്തിലേറെ പഴക്കമുള്ള അതിപുരാതനവും ചൈതന്യ നിർഭരവുമാണ് ഈ പുണ്യക്ഷേത്രം. ഉത്തര കേരളത്തിലെ അതിപുരാതനവും കോട്ടയം രാജവംശത്തിന് കീഴിൽ സ്വയം ഭരണാവകാശമുള്ളതുമായ തറവാടാണ് കൈതേരിയിടം. പണ്ടുകാലത്ത് പ്രാദേശിക ഭരണസാരഥ്യം വഹിച്ചിരുന്ന തറവാടുകളെ ഇടം എന്ന പേര് ചേർത്താണ് വിളിച്ചിരുന്നത്. കോട്ടയം രാജവംശത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടതാണ് കൈതേരിയിടം തറവാടിന്റെ ചരിത്രം. ഉത്തര കേരളത്തിന്റെ ഭരണാധികാരിയായ കോലത്തിരി രാജാവിന് പരശുരാമന്റെ കാലത്ത് ക്ഷത്രിയത്വം നഷ്ടപ്പെടുകയും തുടർന്ന് തുളുനാടൻ രാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട കോലത്തിരിക്ക് ലക്ഷണമൊത്ത ക്ഷത്രിയ രാജാക്കന്മാരെ മുൻനിർത്തി യുദ്ധം ചെയ്യാൻ അരുളപ്പാടുണ്ടാവുകയും തുടർന്ന് പുറംനാട്ടിൽ നിന്ന് വന്ന് പുരളിമലയിൽ ഹരിശ്ചന്ദ്രക്കോട്ടയിൽ താമസിക്കുന്ന ഹരിശ്ചന്ദ്ര പെരുമാളുടെ പിന്മുറക്കാരായ കുമാരന്മാരെ കണ്ടെത്തുകയും കോലത്തിരിയുടെ പടനായകന്മാരിൽ നിന്നും അവർ ലക്ഷണമൊത്ത നായർ പടയാളികളെ തിരഞ്ഞെടുത്ത് യുദ്ധത്തിൽ തുളുനാടൻ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി കോലത്തിരിക്ക് രാജ്യം വീണ്ടെടുത്തു കൊടുക്കുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടനായ കോലത്തിരി രാജാവ് ഇഷ്ടദാനമായി നൽകിയ പ്രദേശമാണ് പാട്രസ്വരൂപം എന്ന കോട്ടയം രാജവംശം. ആയോധനകലയായ കളരിയിൽ അഗ്രഗണ്യരായിരുന്ന ഇവർ അരയിൽ ഒളിപ്പിക്കാവുന്ന ഉറുമി എന്ന ശക്തമായ ആയുധം ചരിത്രത്തിലാദ്യമായി ഉപയോഗിച്ചത് ഈ യുദ്ധത്തിലാണെന്ന് പറയപ്പെടുന്നു. യുദ്ധാനന്തരം വാളിന്മേൽ നീർ പകർന്ന് സന്ധി ചെയ്യണമെന്നാണ്. അങ്ങനെ വാളിന്മേൽ നീർ പകർന്ന് കയ്യരികിൽ നിന്ന് കൈനീർ വാങ്ങിയ അർത്ഥത്തിലാണ് കൈതേരി എന്ന കുലപ്പേരുണ്ടായത്. അന്നുമുതൽ കോട്ടയം രാജവംശത്തിന്റെ പടനായകത്വം കൈതേരിയിടം തറവാട്ടിനായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൃത്യമായ രേഖകളില്ലെങ്കിലും ഏകദേശം 1200 വർഷങ്ങളിലേറെ പഴക്കമുള്ള അതിപുരാതനവും ചൈതന്യ നിർഭരവുമാണ് ഈ പുണ്യക്ഷേത്രം. കൈതേരി അമ്പു പടനായകനായ കാലത്താണ് പഴശ്ശിരാജാവ് അദ്ദേഹത്തിന്റെ സഹോദരി കൈതേരി മാക്കത്തെ പുടവ നൽകി കിട്ടിലമ്മയാക്കിയത്. കോലത്തിരിയുടെ പടനായകന്മാരായ പേര്യനായന്മാരുടെ പിന്മുറക്കാരാണ് കൈതേരിയടക്കാർ. കൈതേരിയടക്കാർ 4 വീടുകളിലായി താമസിച്ചിരുന്നുവെന്നും പാട്രസ്വരൂപത്തിലെ ആദിമുച്ചിലോടുകാവായ കോലാവ് മുച്ചിലോടുകാവിന്റെ സ്ഥാപനത്തിന് 4 വീട്ടിൽ കൈതേരി നമ്പ്യാന്മാർ കയ്യനുവാദവും വായനുവാദവും നൽകിയെന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ പട്ടോലയിൽ പറയുന്നു. കൈതേരിയിടത്തിന് കുറ്റ്യാട്ടൂർ, കൊളശ്ശേരി എന്നീ താവഴികളുമുണ്ട്. കുറ്റ്യാട്ടൂർ താവഴിയിലുള്ളവർ കൈതേരിയിടം, കേളോത്ത് കൈതേരിയിടം, കൈതേരിയിടത്തിൽ ചന്ദ്രോത്ത് എന്നീ പേരുകളിലും, കൊളശ്ശേരി താവഴിയിലുള്ളവർ കൈതേരിയിടത്തിൽ കൊളശ്ശേരി എന്നും അറിയപ്പെടുന്നു. കൈതേരിയിടത്തിന് അമ്മൽ കൈതേരി, കൈതേരി രാമത്ത്, കൈതേരി മാണിക്കോത്ത്, കൈതേരി കണ്ടോത്ത്, കൈതേരി മഠം, കുന്നത്ത് കൈതേരി, കൂടത്തിൽ കൈതേരി, പൂക്കോത്ത് കൈതേരി, കൈതേരി പുത്തലത്ത് തുടങ്ങിയ ഉപതാവഴികളുമുണ്ട്. ക്ഷേത്രചരിത്രം ഇങ്ങനെയാണ്. വയനാട്ടിലെ ശ്രീപോർക്കലിക്കാവിൽ വനദുർഗിയായി വസിച്ചിരുന്ന ദേവി സമുദ്രതീരം ലക്ഷ്യമാക്കി പുറപ്പെടുകയും എകർന്ന മുടിയും താണ ഉടയും വളഞ്ഞ ആയുധവും ഇടതുകൈയിൽ വെള്ളിപ്പാത്രവുമായി കൊട്ടിയൂരിലെത്തുകയും
കുട്ടിയൂർ പെരുമാളുടെ ഓടക്കാട്ടിലച്ഛന്റെ ഇച്ഛാനുസരണം ബാവലിപ്പുഴ കടക്കുകയും ബാവലിയിലെ വെള്ളം കുടിച്ച് തണ്ണീർദാഹം തീർക്കുകയും ചെയ്തു. ഇതുകൊണ്ടും മതിവരാത്ത ദേവി ദക്ഷയാഗത്തിന് പോകുന്ന സമയത്ത് സതീദേവി മന്ദം നടന്ന മന്തഞ്ചേരിയിൽ കൂടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പുറപ്പെടുകയും പാമ്പ്രപ്പാൻ തോട് കടന്ന് പെരുമാളുടെ 1000 വില്ലുകാരുടെ കൂടെ ഗണപതിപ്പുറവും നീണ്ടുനോക്കി വയലും കടന്ന് സതീദേവി ആലസ്യത്തോടെ വിശ്രമിച്ച ആലത്തുംകാട്ടിലെത്തി. അവിടെ നിന്നും താലിമാല പൊൻപട്ടങ്ങൾ എടുത്തണിഞ്ഞ് വേഗാലോടിത്തോടും കടന്ന് മണത്തണച്ച പാരയിലെത്തി. അവിടെ നിന്നും സപ്തമാതൃക്കളെ കണ്ട് മറ്റൊരവതാരം പൂണ്ട് കുണ്ടേഞ്ചിറയിൽ കുളികഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തി. പൊട്ടഞ്ചിറയിറങ്ങി കാഞ്ഞിരപ്പുഴയിൽ നീരാടി ദാരികൻ കല്ലിലെത്തി മറ്റൊരവതാരമെടുത്ത ദേവി അറയങ്ങാട് കാവിലെത്തി അറയങ്ങാടിച്ചിയുടെ കൂടെ പച്ചയിറച്ചിയും മധുവും ഭുജിച്ചു. ഇതുകൊണ്ടൊന്നും മതിവരാത്ത ദേവി ഇരട്ടക്കുളത്തിൽ കുളികഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തി ഇരട്ടവരമ്പാൽ നടന്ന് ഇടച്ചോളിപ്പാലം വലം വെച്ച് മാനന്തേരി അച്ഛന്റെ അരികിലെത്തി. അവിടെ നിന്നും പുറപ്പെട്ട ദേവി മൂത്തോനയില്ലെത്തുകയും അവിടുത്തെ ബ്രാഹ്മണശ്രേഷ്ഠന്റെ കൂടെ പുറപ്പെട്ട് കിരാലിദേവനും വായുമന്ത്രക്കോലപ്പന്റെയും അനുവാദത്തോടുകൂടി തണ്ണീർദാഹത്താൽ ആലയാട്ടുമെട്ടയിൽ ഇരുന്ന് വിശ്രമിച്ചു. ആ സമയത്ത് അതുവഴി കള്ളുമായി വരികയായിരുന്ന കാഞ്ഞാൻ കരുവനയുടെ കയ്യിൽ നിന്നും കള്ളു വാങ്ങി കുടിച്ച് തണ്ണീർദാഹം തീർക്കുകയും ചെയ്തു. അവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുന്ന നേരത്ത് കൈതേരിയടം തറവാടിന്റെ പൂമുഖത്ത് കത്തിച്ചുവെച്ച സന്ധ്യാദീപം കണ്ട് സന്തോഷിക്കുകയും ഇവിടുത്തെ നീരും നിലവും കണ്ട് കൊതിച്ച ദേവി സ്വപ്നത്തിൽ തറവാട്ടുകാരണവർക്ക് ദർശനം നൽകുകയും പിറ്റേ ദിവസം നടന്ന പ്രശ്നചിന്തയിൽ ദേവിമാരുടെയും 1000 വില്ലുകാരുടെയും സാന്നിധ്യം മനസ്സിലാക്കി അവർക്ക് ആദ്യം കോലത്തിലും പിന്നീട് ബിംബത്തിലും പ്രതിഷ്ഠ നൽകി. ബ്രാഹ്മണർ സ്വാത്വിക കർമ്മങ്ങളാൽ നിത്യപൂജ ചെയ്യുകയും അതേസമയം തിറയാട്ടവും നടത്തിവരുന്ന കേരളത്തിലെ അത്യപൂർവമായ ക്ഷേത്രമാണ് കൈതേരിയിടം ഭഗവതി ക്ഷേത്രം. ചോറ്റാനിക്കരയിൽ മേക്കാവ് കീഴ്ക്കാവ് എന്ന പോലെ ക്ഷേത്ര ശ്രീകോവിലിൽ ദേവി സ്വാത്വിക കർമ്മങ്ങളാലും ഗോപുരത്തിന് പുറത്ത് കലശത്തറയിൽ കെട്ടിക്കോലത്തിലും ആരാധിക്കുന്നു. ക്ഷേത്ര ഗോപുരത്തിൽ നിന്നും അല്പം മാറിയാണ് കലശത്തറ. ചോറ്റാനിക്കരയിൽ കീഴ്ക്കാവ് എന്നുള്ളതുപോലെയാണ് ദേവിയെ ഇവിടെ ആരാധിച്ചു വരുന്നത്. ഭഗവതിയുടെ കലശം കെട്ടുന്നതും കുളിച്ചെഴുന്നള്ളത്ത് നടക്കുന്നതും ഇവിടെയാണ്. കലശത്തറക്കടുത്തായി ഗുളികൻ തറയുമുണ്ട്. ഗുളികന് വഴിപാടായി ഭക്തർ പൂജ നടത്താറുണ്ട്. കലശത്തറയും ഗുളികൻ തറയും നിൽക്കുന്ന പ്രദേശത്ത് വലിയ ആൽമരവും അരയാലും ചെമ്പകവും ചന്ദനവും ചെക്കിയും ചേർന്ന് ഒരു കാവ് പോലെയാണ്. ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമാണ്. ക്ഷേത്രത്തിന്റെ ഈശാനകോണിലുള്ള നാമത്തുപറമ്പിലാണ് നാഗസ്ഥാനം. നാഗദേവതയുടെയും നാഗഗുളികന്റെയും പ്രത്യേകം സ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. വീരപഴശ്ശിയുടെ ശക്തി സ്രോതസ്സു തന്നെ കൈതേരിയിടം തറവാടായിരുന്നു. കൈതേരി അമ്പുവിന്റെയും കൈതേരി മാക്കത്തിന്റെയും നേതൃത്വത്തിൽ വലിയൊരു നായർ പട തന്നെ പുരളിമലയിലും വയനാടൻ കാടുകളിലും ഉണ്ടായിരുന്നു. പഴശ്ശിയുടെ യുദ്ധകാലത്ത് കൈതേരിയിടം തറവാടിന് നേരെയും നിരവധി ആക്രമണങ്ങൾ നടന്നിരുന്നു. കുറുമ്പ്രനാട്ട് രാജാവിന്റെയും ബ്രിട്ടീഷുകാരുടെയും നേതൃത്വത്തിൽ പഴയം വീടൻ ചന്തു 8 കെട്ട് കൊള്ളയടിക്കുകയും തീവെക്കുകയും ചെയ്ത സമയത്ത് കൈതേരി മാക്കത്തിന് പൊള്ളലേൽക്കുകയും തീപ്പൊള്ളലേറ്റ മാക്കം എരുവനാട്ടെ ചന്ദ്രോത്ത് തറവാട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പഴശ്ശി കഥകളിക്കാരന്റെ വേഷം കെട്ടി കാണാൻ വന്നിരുന്നു. ഒളിവിൽ കഴിയുന്ന സമയത്ത് കൈതേരി മാക്കത്തെക്കുറിച്ച് ഓലയിലെഴുതിയ കവിത മാക്കത്തിന് നൽകി ആശ്വസിപ്പിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ കവിത ഇങ്ങനെയാണ്: ജാതി